എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം: നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുകയും. പ്രവൃത്തിയുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും പൂർണ്ണമായും വെളിപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണിത്. ആന്റണി ഗൗഡി എന്ന ലോക പ്രശസ്തനായ ഒരു ആർക്കിടെക്റ്റിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്പെയിൻകാരനാണ്. അദ്ദേഹം ബാഴ്സലോണയിൽ 1882 ഒരു ദേവാലയത്തിന്റെ പണി ആരംഭിച്ചു. പണി ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന് 30 വയസ്സായിരുന്നു പ്രായം. ലോകത്തിലെ ഏറ്റവും മികവുറ്റ ശില്പമായി ആ ദേവാലയം പണിത് പൂർത്തിയാക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിയോഗോതിക് ശൈലിയും ഓറിയന്റൽ സാങ്കേതിക വിദ്യകളും ഇടകലർത്തി അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ആ ശില്പഗോപുരം 140 വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാകാതെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 1926 73-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകവാസം വെടിഞ്ഞുവെങ്കിലും അദ്ദേഹം രൂപകൽപ്പന ചെയ്തതുപോലെ തന്നെ അത് പൂർത്തീകരിക്കുവാനുള്ള ശ്രമം 100 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വായിച്ചപ്പോൾ അത്ഭുതം തോന്നി. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഈ അത്ഭുത ശില്പം കാണുവാൻ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. ദൈവത്തിന്റെ ശില്പി എന്ന അദ്ദേഹത്തെ കത്തോലിക്ക സഭ വിശേഷിപ്പിച്ച് ആദരിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുവാനുള്ള നടപടികളും സഭ ആരംഭിച്ചിരിക്കുന്നു. തന്റെ ജീവിതം മുഴുവനും തന്റെ തൊഴിലിനായി അദ്ദേഹം സമർപ്പിച്ചു. വിവാഹവും കുടുംബജീവിതവും അദ്ദേഹം ഉപേക്ഷിച്ചു. ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വത്തോടുള്ള മനോഭാവവും ആത്മാർത്ഥതയുമാണ് ആന്റണി ഗൗഡി ലോകത്തിന് നൽകുന്ന സന്ദേശം. ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും അദ്ദേഹം അഭിമുഖീകരിച്ചു. പക്ഷേ നിശ്ചയദാർഢ്യത്തോടെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം പൂർത്തിയാക്കും എന്ന പ്രതിജ്ഞയോടെ അദ്ദേഹം അതിനുവേണ്ടി പ്രയത്നിച്ചു. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുണയായി. പൗലോസ്ലിയ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ വേദവാക്യം അതുതന്നെയാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. വർക്ക് ഈസ് വർഷിപ്പ് എന്ന പ്രശസ്തമായ ഒരു ചൊല്ലുണ്ടല്ലോ. നാം ഏൽക്കുന്ന ഉത്തരവാദിത്വത്തോടുള്ള ആഴമായ ലയനം അഥവാ ഇഴുകിച്ചേരൽ അതുതന്നെ ഒരു ആരാധനയാണ്. പൗലോസ്ലിയ കൊലോസ്യ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നതായ ഭാഗം അടിമകൾ യജമാനന്മാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ചെയ്തു കൂട്ടുന്ന ജോലികളെ ഉദ്ദേശിച്ചാണ്. എന്നാൽ ഏത് ജോലി ചെയ്താലും കൂലി ഉദ്ദേശിച്ചല്ല, മറിച്ച് ചെയ്യുന്നതെല്ലാം കർത്താവിന് വേണ്ടിയാണെന്നും യഥാർത്ഥ യജമാനൻ പ്രതിഫലം കൂലിയായിട്ടല്ല മറിച്ച് അവകാശമായിട്ട് തരും എന്ന് വിശ്വസിക്കുവാനും പൗലോസ്ലിയ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യർ പൊതുവെ കൂലിക്ക് വേല എടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സമയം നോക്കി രാവിലെ ജോലി ആരംഭിക്കുകയും സമയം നോക്കി വൈകിട്ട് ജോലി അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നത് തൊഴിൽ രംഗത്തെ പതിവ് രീതിയാണ്. ഇവിടെ ഏൽപ്പിക്കപ്പെടുന്ന ജോലിയുടെ പൂർത്തീകരണത്തെക്കാൾ സമയപരിധിക്കുള്ളിൽ ലഭിക്കുന്ന കൂലിയാണ് തൊഴിൽ ചെയ്യുന്നവന്റെ ലക്ഷ്യം. ഈ മനോഭാവത്തെയാണ് പൗലോസ്ലിയ വിമർശിക്കുന്നത്. യഥാർത്ഥ യജമാനൻ സ്വർഗത്തിലെ കർത്താവാണെന്നും സ്വർഗത്തിലൊരു പ്രതിഫലം അവകാശമായി നമുക്ക് ലഭിക്കും എന്ന് ചിന്തിച്ചാൽ തൊഴിൽ മഹത്വമുള്ളതും അപ്രകാരം നടത്തപ്പെടുന്ന തൊഴിലിലൂടെ രാജ്യം ഐശ്വര്യമുള്ളതായി രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇന്ന് തൊഴിൽ മേഖല കള്ളത്തരങ്ങളുടെയും ചൂഷണങ്ങളുടെയും കൂത്തരങ്ങായി മാറിയിരിക്കുന്നു. എല്ലാവരും അമിത ലാഭങ്ങൾ ലക്ഷ്യമാക്കി വേല ചെയ്യുന്നു. മറ്റുള്ളവരുടെ നന്മയും ദേശത്തിന്റെ വികസനവും ആർക്കും ബാധകമല്ല. ലക്ഷ്യമില്ലാത്ത പ്രവൃത്തിയായി ഇന്ന് എല്ലാ പ്രവർത്തനങ്ങളും അധപ്പതിച്ചിരിക്കുന്നു. യെരുശലേം ദേവാലയത്തിന്റെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന മതിലുകളും വാതിലുകളും പണിയുന്ന നെഹമ്യാവിന്റെ ആത്മാർത്ഥത ഇത്തരണത്തിൽ നാം കൂട്ടിച്ചേർത്ത് പഠിക്കേണ്ട വിഷയമാണ്. അനേക പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നെങ്കിലും അവിടെയെല്ലാം നിശ്ചയദാർഢ്യത്തോടെ മുന്നേറുന്ന നെഹമ്യാവിനെ നാം കാണുന്നുണ്ടല്ലോ. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിച്ചു തരും, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എന്നതായിരുന്നുവല്ലോ നെഹമ്യാവിന്റെ മുദ്രാവാക്യം. നെഹമ്യാവ് 2-ാം അധ്യായം 20-ാം വാക്യം. ഞാനൊരു വലിയ വേല ചെയ്തു വരുന്നു, ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് വരുവാൻ കഴിയുകയില്ല എന്ന് തന്റെ വേല മുടക്കുന്നവരോട് നെഹമ്യാവ് പറയുന്നു. നെഹമ്യാവ് 6-ാം അധ്യായം 3-ാം വാക്യം. ഇവിടെയെല്ലാം നെഹമ്യാവ് തന്റെ പ്രവൃത്തിയോടുള്ള ആത്മാർത്ഥതയാണ് പ്രകടമാക്കുന്നത്. പ്രവൃത്തിയിലെ ആത്മാർത്ഥതയാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ പ്രധാന മാനദണ്ഡമാക്കിയത്. അതുകൊണ്ടാണ് മുക്കുവന്മാർക്ക് അവൻ പ്രാധാന്യം നൽകിയത്. ഏത് പ്രതികൂലതകളുടെ മധ്യത്തിലും തളരാതെ പോരാടി തങ്ങളുടെ ലക്ഷ്യം നേടുന്നവരാണ് കടലിന്റെ മക്കളായ മുക്കുവർ.
അവരെയാണ് കർത്താവ് സ്വർഗരാജ്യത്തിന്റെ കെട്ടുപണിക്കായി വിളിച്ചത്. ഞാൻ നിങ്ങളുമെല്ലാം സ്വർഗരാജ്യത്തിന്റെ കെട്ടുപണിക്കാർ ആയിട്ടാണല്ലോ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആകയാൽ നാമും ഏത് മേഖലയിലായാലും വിളിക്കപ്പെട്ടിരിക്കുന്ന വിളിക്ക് യോഗ്യമായ പ്രകാരം ആ മേഖലയിൽ ആത്മാർത്ഥമായും സത്യസന്ധമായും പ്രവർത്തിക്കുന്നതിലൂടെ സമൂഹത്തിൽ ഒരു ക്രിസ്തീയ സാക്ഷ്യം രേഖപ്പെടുത്തുവാനും ദൈവരാജ്യം മഹത്വപ്പെടുവാനും ദൈവനാമം പ്രകീർത്തിക്കപ്പെടുവാനും ഇടയാകണം. ആയതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.